എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ കണ്ടാലോ? അപ്പം ഫസ്റ്റ് നമുക്ക് പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ആകെ ഈ 4 പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു പ്ലമ്മിൻ്റെ ഒരു ടോണർ, ഡോക്കിൻ്റെ ഒരു സൺസ്ക്രീൻ, ഒരു മോയ്സ്ചറൈസർ, ഇത്രയും സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ടോണറാണ്, പ്ലമ്മിൻ്റെ ടോണർ. ഇത് അടിപൊളിയാണ്. ഇതിൽ റൈസ് വാട്ടറും നിയാസിനമൈഡും ആണ് വരുന്നത്. ഇതിൽ നിയാസിനമൈഡ് 3% വരുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ സ്മോൾ കുരുക്കൾ കണ്ടു അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലെ ടോണർ ഇത് നല്ലപോലെ ഫേസിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് ഡ്രൈ ആയിക്കോളും. അപ്പം നമ്മുടെ ടോണറൊക്കെ ഫേസിൽ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. സോ നമുക്കിനി അടുത്തത് മോയ്സ്ചറൈസർ ഇടാം. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ മോയ്സ്ചറൈസർ ആണ് ഇടുന്നത്. ഇത് പ്ലസ് ഹൈഡ്രോജൻ മോയ്സ്ചറൈസർ ആണ്. ഇത് കുറേ നേരം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസ് ആയിട്ട് വെക്കും. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ഇതിനെ ഇടാം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. സ്മെല്ലും ഇതിൻ്റെ ടെക്സ്ചറും അടിപൊളിയാണ്. അപ്പം കുറച്ചെടുത്ത് ഫേസിലാക്കി. ഇതിൽ ഒരുപാട് ഇങ്ങനെയാണ് തേക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഫേസിൽ എല്ലായിടത്തും ഈവൻലി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന ഇച്ചിരി എടുത്തിട്ട് കൂടി പോയെന്ന് പറഞ്ഞു. ബട്ട് കുഴപ്പമില്ല. സ്കിൻ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ സെറ്റ് ആക്കുക. എടുത്ത് കുറച്ചും കൂടി കുറച്ച് കൈ കൊടുത്തേക്കാം. തേർഡ് സ്റ്റെപ്പായിട്ട് ഞാൻ ഡോക്കിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ് ഇടുന്നത്. ഇതൊരു പർപ്പിൾ സൺസ്ക്രീൻ ആണ്. ഇത് അടിപൊളിയാണ്. ഇതിൽ 4% നിയാസിനമൈഡ് വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇതിൽ ടാനിങ് ഒക്കെ കുറച്ച് കിട്ടും. അപ്പം ഇതെന്ന് വെച്ചാൽ പർപ്പിൾ ആയതുകൊണ്ട് നമ്മുടെ ഫേസിനെ ആ യെല്ലോയിഷ് ഒരു ടോൺ മാറ്റിയിട്ട് ഈവൻലി ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല അടിപൊളി സാധനമാണിത്. അപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് എമൗണ്ട് എങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇരിക്കുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഇടണം. അത് മാൻഡറി ആണ്. ഇനി ഇത് നമുക്ക് എല്ലായിടത്തും തേച്ച് വെക്കാം. ഗൈസ്, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഈ ലിപ് ബാം ഇടാം. ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി. താഴെയും മുകളിലും കണ്ടോ. പ്രോഡക്റ്റ്സ് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.